ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പുളിമുട്ടായി. ആദ്യം തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ, നമ്മുടെ വീഡിയോസ് എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി മഷ്റൂം ബിരിയാണിയാണ്. വെജിറ്റേറിയൻസിനൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി 2 സ്റ്റെപ്പാണ് മെയിൻ ആയിട്ടുള്ളത്. ആദ്യമത്തെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കുക, രണ്ടാമത്തെ നമുക്ക് അരി സോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിന് വേണ്ടി സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് വറുത്തെടുക്കാം. സവോള വറക്കാൻ വേണ്ടി നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് നൈസായിട്ട് അരിഞ്ഞ സവോളയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. മീഡിയം ടു ഹൈയിൽ വെച്ച് നന്നായിട്ട് ഇത് ഇളക്കി വറുത്തെടുക്കാം. സവോള നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയെടുത്ത് വെക്കാം. ഇനി നമുക്ക് മാറിനേറ്റ് ചെയ്യാം. അതിനുവേണ്ടി 200 ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി സ്ലൈസ് ആയിട്ട് അരിഞ്ഞ മഷ്റൂം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തൈര്, 1/4 കപ്പ് പുതിന ഇല, 1/2 കപ്പ് മല്ലിയില, വറുത്ത് വെച്ചിരിക്കുന്ന സവോള, ഉപ്പ് 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല. എല്ലാ ചേരുവകളും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാരിനേഷന് വേണ്ടി അരമണിക്കൂർ മാറ്റി വെക്കാം. ബിരിയാണിക്കായിട്ട് 1.5 കപ്പ് ബസ്മതി റൈസാണ് നമ്മൾ എടുക്കുന്നത്. അരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 30 മിനിറ്റ് അരി സോക്ക് ചെയ്യാൻ വേണ്ടി കുതിരാൻ വേണ്ടി ഇടാം. ആ സമയം കൊണ്ട് തന്നെ മാരിനേഷൻ നടക്കും. പിന്നെ നമുക്ക് അതിന് ശേഷം നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. മുപ്പത് മിനിറ്റ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി ഒരു കുക്കർ എടുക്കാം. ആ കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സവോള വറുത്ത എണ്ണ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഫെനൽ സീഡ്സ്, ബേ ലീവ്സ്, കുറച്ച് കുരുമുളക്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എണ്ണയിൽ തീ കുറച്ചിടുക, തീ കൂട്ടിയിടണ്ട. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ കൂട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന അരിയിലെ വെള്ളം നന്നായിട്ട് ഊറ്റി കളഞ്ഞിട്ട് ആ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മസാലയായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇവിടെ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ 3 ഗ്ലാസ് വെള്ളം ചൂടാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഫ്ലെയിം കൂട്ടി വെക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അരി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് 1 വിസിൽ അടുപ്പിക്കാം. ഒറ്റ 1 വിസിൽ അടുപ്പിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്ത് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 1 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ വേണം ഒറ്റ വിസിൽ അടുപ്പിക്കാൻ. ഇനി നമുക്ക് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
കുക്കറിന്റെ നന്നായിട്ട് എയർ പോയിട്ടുണ്ട്. കുക്കറിന്റെ എയർ നന്നായിട്ട് പോയിട്ട് മാത്രമേ ഓപ്പൺ ചെയ്യാവുള്ളൂ. നമുക്കിത് തുറന്ന് നോക്കാം. നമുക്ക് ഒരു ഫോർക്ക് വെച്ച് ഇതൊന്ന് ജസ്റ്റ് ഇളക്കി നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മഷ്റൂമും റൈസും കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ മഷ്റൂം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സൂപ്പറായി സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു സലാഡും കൂടെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്, തൈരൊക്കെ ഒഴിച്ച്. അപ്പം ലഞ്ചിനും ഡിന്നറിനും പറ്റിയ ഒരു ഉഗ്ര റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമേ. ബൈ ബൈ, പുളിമുട്ടായി.